എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇന്നലത്തെ കറിയാണ് കേട്ടോ ചൂടാക്കുന്നത്. പിന്നെ കറി കുറച്ച് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ചൂടാക്കുകയാണ്. ഇന്ന് വെള്ളപ്പം, കുറച്ച് മീൻ കറിയുണ്ട്, പിന്നെ കുറച്ച് ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം ചൂടാക്കി വെച്ചത്. അപ്പോൾ അപ്പത്തിന് ചട്ടി നല്ലോണം ഒന്ന് ചൂടാക്കി വരുന്നുണ്ട്. പിന്നെ അരി മരച്ച് വെച്ചത് നല്ല പൊന്തി വന്നിക്കണം കേട്ടോ. അപ്പം അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നിക്കാണ്. എണ്ണൻ്റെ തുണി ഒക്കെ എടുത്തുക്കണം. അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊടി ഇത്ര ഉണ്ടെങ്കിലും ഇതൊക്കെ കൂടെ ഒന്നും ചുടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനും ഇതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് തിണ്ടത്ത് ഇങ്ങനെ വന്നിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താണ് കേട്ടോ. എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ പുറത്ത് തിണ്ടത്ത് കൊണ്ടുവരാണ്. എന്നാൽ പിന്നെ ആവശ്യത്തിനുള്ള ചുടും ചെയ്യാം. അങ്ങനെ അപ്പം ഓരോന്നായി ചുട്ടെടുക്കുകയാണ്. അതാ തിണ്ടത്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വെള്ളപ്പം, മീൻകറി, ചായ, പിന്നെ ഇന്നത്തെ കുറച്ച് മീനും വെണ്ടയ്ക്കും കൂടി ഇട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങളും കുട്ടികളൊക്കെ കൂടെ ചായ അടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഇതെന്താ പറയുക, ഉമ്മ കുറച്ച് അറബി എഴുതിയതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കത്തിച്ച് വെക്കുകയാണ്. എന്നാൽ പിന്നെ ഞങ്ങളെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഒഴുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കത്തിച്ച് വെക്കുകയാണ്. പിന്നെ കഞ്ഞിക്കുള്ള വെള്ളമാണിത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത പരിപാടി അടിച്ചു വരിക, തുടക്കുക, അതൊക്കെ അല്ലേ. അപ്പോൾ അടിച്ചു വരി ഇടാണ്. ഇത് പിന്നെ കുറച്ച് ഡ്രസ്സുകൾ കിട്ടിയതും പിന്നെ കുട്ടികൾ പാൽപ്പൊടിൻ്റെയൊക്കെ ഇത് കവറ് കീറിയതൊക്കെയൊക്കെയാണ് കേട്ടോ. ഇതാണ് ഇത്ര ചപ്പ്. പിന്നെ ഓല വെട്ടലും പേപ്പർ ഒഴിവുണ്ട്, പേപ്പർ വെട്ടുക, അതൊക്കെ തന്നെയല്ലേ പണി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടക്കുകയാണ്. ചളിയൊന്നും ഇല്ലെങ്കിലും എന്നാലും എന്നും തുടക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. എത്ര ചളി ഇല്ലയെന്ന് വിചാരിച്ചാലും നമ്മൾ ചെറുതായിട്ടൊരു പൊടിയെങ്കിലും ഉണ്ടാവും. അങ്ങനെ തുടക്കൽ ഏകദേശം കഴിഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഫുഡിൻ്റെ സെക്ഷനാണ്. ഇന്ന് സ്പെഷ്യൽ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ചിരങ്ങ കറി, പിന്നെ ചിരങ്ങ കൊണ്ട് തന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മാങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ ചോറ് വെന്തെക്കണം കേട്ടോ. അങ്ങനെ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. പിന്നെ ആ അടുപ്പത്ത് തന്നെ ചിരങ്ങ നുറുക്കുന്നുണ്ടമ്മ. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ചിരങ്ങ റെഡിയാക്കുകയാണ്. ചൂടിൻ്റെ അതുകൊണ്ടേ പിന്നെ പെട്ടെന്നൊക്കെ ഉള്ളിലേക്ക് കയറി അത്രയും നല്ലത് എന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞാൽ ഇതാ ചിരങ്ങ നുറുക്കിയിട്ട് കുറച്ച് കറി, കുറച്ച് ഉപ്പേരിയാണ്. ഇത് നുറുക്കിയിട്ട് മൺചട്ടിയിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് അടുപ്പത്തായി. പിന്നെ ഉണ്ടാക്കുന്നത് മാങ്ങ ചമ്മന്തിയാണ്. മാങ്ങയും ചെമ്മീനും ഒക്കെ കൂടെ ഇട്ടിട്ട് ഉള്ള ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ മുളക് ചുട്ടെടുക്കുകയാണ്. കനൽ കോരിയിട്ടിട്ട് മുളകൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. മാങ്ങയും ചെമ്മീനും മുളകും കൂടെ ഒരു വേറെതാണല്ലോ. പിന്നെ ഒരു 2-3 മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുമ്പോഴത്തേനത് ജ്യൂസ് അടിച്ച് വെക്കുക വെച്ചിട്ട് ഇപ്പോൾ വെള്ളിലേക്ക് കേൾക്കുകയാണ്. അപ്പോൾ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം മാറില്ലല്ലോ ഈ സമയത്ത്. അപ്പോൾ വെള്ളത്തിനേക്കാളും നല്ലത് പിന്നെ കുറച്ച് ജ്യൂസ് അടിക്കുക വെച്ചിട്ട് കുറച്ച് ചെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തി അരക്കാനുള്ള മാങ്ങയാണിത്. അതൊന്ന് മിക്സിയിലിട്ട് കൊടുക്കുക. മാങ്ങയും പിന്നെ വറ്റൽമുളക് ചുട്ടതും ചെമ്മീനും ആവശ്യത്തിന് ഉപ്പും പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങയും ചേർക്കാം കേട്ടോ. അതൊരു രസം തന്നെയാണ്.
അപ്പോഴേക്കും എന്താ ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് മാങ്ങ കൊടുന്നിരുന്നു, നാടൻ മാങ്ങ. പിന്നെ അവിടുന്ന് അടുത്തുനിന്ന് തൊടുന്ന് കിട്ടിയത് കൊടുന്നിരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളെല്ലാവരും മാങ്ങ തിന്നാണ്. പിന്നെ ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനെന്താ മിക്സിക്ക് പിന്നെ ഇടണം കേട്ടോ. അപ്പോൾ അതുവരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് ചെറുതായിട്ട് തണുപ്പുണ്ടെങ്കിൽ കുടിക്കാനൊരിതല്ലേ, അതും റെഡിയായി. പിന്നെന്താ ചിരങ്ങ ഒന്ന് കടുവറുക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിരങ്ങ ഉപ്പേരിയും കുറച്ച് വെച്ചേക്കണം കേട്ടോ. ചമ്മന്തിയാണിത്. ഇത് ഉപ്പേരി തൂമിക്കാലെ ഉള്ളി അടുപ്പത്ത് വെക്കുകയാണ്. ഒരു 2 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചിരങ്ങന്ന് തൂമിച്ച് സെറ്റാക്കി എടുക്കുക. ഉപ്പേരി കണ്ട കറുവത്തിൻ്റെ പോലെ ഉണ്ടെങ്കിലും ഇത് ചിരങ്ങയാണ് കേട്ടോ സംഭവം. കണ്ട കറുവത്തെന്ന് വിചാരിക്കുള്ളൂ. പിന്നെ ഇതാ ഒരു കോഴിമുട്ടയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് മുളക് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതാ ചോറൊക്കെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ചോറൊക്കെ വയ്ക്കാനുള്ള സെറ്റപ്പിലാണ്. പിന്നെ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കോർത്തെടുക്കാൻ ഞങ്ങളെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ കുട്ടികളെ കൊടുന്ന് തന്നപ്പോൾ അതൊന്ന് കോർത്തെടുക്കാണ്. സൂചിമയാണ് കോർക്കുന്നത്, കെട്ടിട്ടിട്ടാണ് അധികം കോർക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് അധികം കിട്ടിയപ്പോൾ പിന്നെ കുറച്ച് ഇങ്ങനെ സൂചിമ കോർത്തിട്ട് നമ്മൾ ഉണ്ടാക്കി ഇരിക്കൂലേ, അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ കുറച്ചൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അങ്ങനെ കോർത്തിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ചാകുമ്പോൾ കുറച്ചൊരു ഉണ്ടായിട്ടല്ലേ നിൽക്കുള്ളൂ. ഒന്ന് കുറച്ചൊക്കെ അധികം കിട്ടിയതുകൊണ്ട് അങ്ങനെ കോർക്കാമെന്ന് പറഞ്ഞപ്പോൾ കൂടെയൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് കോർത്തിരിക്കുകയാണ് കേട്ടോ. സൂചിമ അങ്ങനെ മറ്റേത് കുറച്ചൊക്കെ ആകുമ്പോൾ ഒന്ന് പിന്നെ കെട്ടിട്ടിട്ട് ഇങ്ങനെ കോർക്കലാണ്. അങ്ങനെ ചോറ് ഇതാ വിളമ്പിയിട്ടുണ്ട്. അങ്ങനെ ചോറ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ മുല്ലൻ്റെ പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.